ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സ്, ഹൈഡ്രോളിക് സിലിണ്ടർ ഓർ ലീനിയർ ആക്ച്വേറ്റർ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ, കൺസ്ട്രക്ഷൻ ഓഫ് എ ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ, എൻഡ് കുഷനിങ്, പ്രഷർ ആൻഡ് സ്പീഡ് ഓഫ് പിസ്റ്റൺ, ക്ലാസിഫിക്കേഷൻ ഓഫ് സിലിണ്ടേഴ്സ്, മൗണ്ടിംഗ് ഓഫ് സിലിണ്ടേഴ്സ്, rotary actuators or hydromotors, various types of hydromotors, gear type motors, vane type motors, piston type motors, control of hydromotors, torque control of hydromotors, direction control of hydromotors, specification of hydromotors, efficiency of hydromotors, വോളിമെട്രിക് എഫിഷ്യൻസി, മെക്കാനിക്കൽ എഫിഷ്യൻസി, ഓവറോൾ എഫിഷ്യൻസി എന്നിവയാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഡയറക്ഷൻ കൺട്രോൾ വാൽവ്സ്, 2x2 വേ വാൽവ്, 3x2 വേ വാൽവ്, 4x2 വേ വാൽവ്, 2 പിസ്റ്റൺ, 4x3 വേ വാൽവ്, നോൺ റിട്ടേൺ വാൽവ്, ബൈപ്പാസ് സർക്യൂട്ട്, അഡ്വാൻസ്ഡ് സ്പീഡ് ആൻഡ് റിട്ടേൺ സ്പീഡ്, ഫ്ലോ കൺട്രോൾ വാൽവ്, principle of operation, variable flow control, need for flow control, principle of operation, application, one-way flow control valve, application, requirement of adjustable restrictions, maintaining constant flow rate, common maintenance, procedures for hydraulics and pneumatics, procedures for hydraulics and pneumatics control system, key concepts, safety precautions, basic hydraulic system maintenance, annually and or every 3000 operation hours, hydraulic system maintenance, basic pneumatic system maintenance എന്നിവയാണ്. ഇതിൽ ആദ്യമായി ഡയറക്ഷൻ കൺട്രോൾ വാൽവ്സ്. ഡയറക്ഷൻ കൺട്രോൾ വാൽവുകൾ ഹൈഡ്രോളിക് സിസ്റ്റത്തിലെ ഫ്ലോ പാത്ത് ചേഞ്ച് ചെയ്യുന്നതിനും ഓപ്പൺ ചെയ്യുന്നതിനും അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്നതിനുമുള്ള ഭാഗങ്ങളാണ്. ഇവ ഹൈഡ്രോളിക് ആക്ച്വേറ്ററിൻ്റെ ചലനത്തിൻ്റെ ദിശ നിയന്ത്രിക്കുന്നതിനും അതുപോലെ തന്നെ ആക്ച്വേറ്ററിൻ്റെ ചലനം നിലനിർത്തുന്നതിനും ചുമതലപ്പെട്ടതാണ്. ഡയറക്ഷൻ കൺട്രോൾ വാൽവുകൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അവയിലെ പോർട്ടുകളുടെ എണ്ണവും പൊസിഷനുകളുടെ അടിസ്ഥാനത്തിലാണ്. അവ ഇതാണ്: 2x2 വേ വാൽവ്, 3x2 വേ വാൽവ്, 4x2 വേ വാൽവ്, 4x3 വേ വാൽവ്. 2x2 വേ വാൽവ്. 2x2 വേ വാൽവിന് ഒരു വർക്കിംഗ് പോർട്ട് എ, ഒരു സപ്ലൈ പോർട്ട് പി, ഒരു ലീക്കേജ് ഓയിൽ പോർട്ട് എൽ എന്നിവയുണ്ട്. ചിത്രം 1 കാണിച്ചിരിക്കുന്ന വാൽവിൻ്റെ കാര്യത്തിൽ സ്ലൈഡ് ഡിസൈൻ പോർട്ട് പിയിൽ നിന്നും പോർട്ട് എയിലേക്ക് ഫ്ലോ ചെയ്ത് നോർമൽ പൊസിഷനിൽ ക്ലോസ് ആയിരിക്കുന്നു. പിസ്റ്റൺ ചേംബറിനും സ്പ്രിങ്ങിലും ഒരു ബിൽഡപ്പ് പ്രഷർ ഉണ്ടാക്കുന്നത് തടയാൻ ഒരു റിലീഫ് ലൈൻ ലീക്കേജ് ഓയിൽ പോർട്ടിലേക്ക് ലീഡ് ചെയ്യുന്നു. 2x2 വേ വാൽവ് ആക്ച്വേറ്റ് ചെയ്ത് പോർട്ട് പിയിൽ നിന്നും പോർട്ട് എയിലേക്കുള്ള പാസേജ് ഓപ്പൺ ആകുന്നു. 2x2 വേ വാൽവുകൾ പോർട്ട് പിയിൽ നിന്ന് പോർട്ട് എയിലേക്ക് നോർമലി ഓപ്പൺ ആയിട്ടുള്ളതും ലഭ്യമാണ്. ചിത്രം 2 നോക്കുക. അടുത്തത് 3x2 വേ വാൽവ്. 3x2 വേ വാൽവിന് ഒരു വർക്കിംഗ് പോർട്ട് എ, ഒരു സപ്ലൈ പോർട്ട് പി, ഒരു ടാങ്ക് പോർട്ട് ടി എന്നിവയുണ്ട്. വോളിമെട്രിക് ഫ്ലോ സപ്ലൈ പോർട്ടിൽ നിന്ന് വർക്കിംഗ് പോർട്ടിലേക്കുള്ള മാർഗത്തിലേക്ക് പോകാൻ കഴിയുന്നു, അല്ലെങ്കിൽ വർക്കിംഗ് പോർട്ടിൽ നിന്നും ടാങ്ക് പോർട്ടിലേക്കുള്ള മാർഗത്തിലേക്ക് പോകുന്നു. മൂന്നാമത്തെ പോർട്ട് ഈ ഓരോ കാര്യത്തിലും ക്ലോസ്ഡ് ആണ്. ചിത്രം 3 കാണിച്ചിരിക്കുന്ന നോർമൽ പൊസിഷനിൽ പോർട്ട് പി ക്ലോസ് ചെയ്തിരിക്കുകയും പോർട്ട് എയിൽ നിന്ന് പോർട്ട് ടിയിലേക്ക് ഫ്ലോ റിലീസ്ഡ് ആകുന്നു. ചിത്രം 3 നോക്കുക. 3x2 വേ വാൽവ് ആക്ച്വേറ്റ് ചെയ്യുന്നതിന് പോർട്ട് പിയിൽ നിന്നും ഫ്ലോ റിലീസ്ഡ് ആയി പോർട്ട് എയിലേക്കായി ഔട്ട്ലെറ്റ് പോർട്ട് ടി ക്ലോസ്ഡ് ആകുന്നു. 3x2 വേ വാൽവുകൾ നോർമലി ഓപ്പൺ ആയിട്ട് പോർട്ട് പിയിൽ നിന്നും പോർട്ട് എയിലേക്കും പോർട്ട് ടിയിലേക്കും
ക്ലോസ്ഡ് ആവുന്നതും ലഭ്യമാണ്. 3/2 വേ വാൽവുകൾ നോർമലി ഓപ്പൺ ആയിട്ട് പോർട്ട് പിയിൽ നിന്നും പോർട്ട് എയിലേക്കും പോർട്ട് ടി ക്ലോസ്ഡ് ആവുന്നതും ലഭ്യമാണ്. ചിത്രം 4 നോക്കുക. 3/2 വേ സർക്യൂട്ടിനോടൊപ്പം സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറിൻ്റെ ഉദാഹരണം ചിത്രം 5 കാണാം. അടുത്തത് 4/2 വേ വാൽവ് 2 പൊസിഷൻസ്. 4/2 വേ വാൽവിന് 2 വർക്കിംഗ് പോർട്ടുകൾ എയും ബിയും, ഒരു സപ്ലൈ പോർട്ട് പിയും ഒരു ടാങ്ക് പോർട്ട് ടിയും ഉണ്ട്. സപ്ലൈ പോർട്ട് എല്ലായ്പ്പോഴും വർക്കിംഗ് പോർട്ടുകളിൽ ഒന്നുമായി കണക്റ്റഡ് ആയിരിക്കെ രണ്ടാമത്തെ വർക്കിംഗ് പോർട്ട് ടാങ്കിലേക്കുള്ള മാർഗത്തിലാവുന്നു. നോർമൽ പൊസിഷനിൽ പോർട്ട് പിയിൽ നിന്നും ഫ്ലോ പോർട്ട് ബിയിലേക്കും പോർട്ട് എയിൽ നിന്ന് ഫ്ലോ പോർട്ട് ടിയിലേക്കുമാവുന്നു. ചിത്രം 6 നോക്കുക. 4/2 വേ വാൽവ് ആക്ച്വേറ്റായി പോർട്ട് ബിയിൽ നിന്നും ഫ്ലോ പോർട്ട് എയിലേക്കും പോർട്ട് ബിയിൽ നിന്നും ഫ്ലോ പോർട്ട് ടിയിലേക്കും ആവുന്നു. 4/2 വേ വാൽവുകൾ നോർമലി ഓപ്പൺ ആയിട്ട് പോർട്ട് ബിയിൽ നിന്നും പോർട്ട് എയിലേക്കും പോർട്ട് ബിയിൽ നിന്നും പോർട്ട് ടിയിലേക്കും ഉള്ളത് ലഭ്യമാണ്. ചിത്രം 7 നോക്കുക. 4/2 വേ സർക്യൂട്ടിനോടൊപ്പം ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിൻ്റെ ഉദാഹരണം ചിത്രം 8 കാണാം. അടുത്തത് 4/3 വേ വാൽവ്. പ്രായോഗികമായ കാഴ്ചപ്പാടിൽ 4/3 വേ വാൽവുകൾ 4/2 വേ വാൽവുകളേക്കാൾ ഒരു മിഡ് പൊസിഷനുള്ളതാണ്. ഈ മിഡ് പൊസിഷനിൽ വിവിധ കാര്യങ്ങൾ ഉണ്ട്. പോർട്ട് പിയിൽ നിന്ന് ഫ്ലോ പോർട്ട് ബിയിലേക്കും പോർട്ട് എയിൽ നിന്ന് ഫ്ലോ പോർട്ട് ടിയിലേക്കും ആവുന്നത് സ്വിച്ചിങ് പൊസിഷനിൽ കാണിച്ചിരിക്കുന്നു. 4/3 വേ വാൽവ് അതിൻ്റെ മിഡ് പൊസിഷനിൽ പോർട്ട് എയും പോർട്ട് ബിയും ക്ലോസ്ഡ് ആകുമ്പോൾ പോർട്ട് പിയിൽ നിന്ന് ഫ്ലോ പോർട്ട് ടിയിലേക്ക് ആവുന്നു. പമ്പിൽ നിന്നുള്ള ഔട്ട്പുട്ട് ടാങ്കിലേക്ക് ഫ്ലോ ചെയ്യുന്നതിനാൽ ഈ സ്വിച്ചിങ് പൊസിഷനെ പമ്പ് ബൈപ്പാസ് അല്ലെങ്കിൽ പമ്പ് റീസർക്കുലേഷൻ എന്നും വിളിക്കുന്നു. പമ്പ് ബൈപ്പാസിൻ്റെ കാര്യത്തിൽ പമ്പ് ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യം വാൽവിൻ്റെ റെസിസ്റ്റൻസിനെതിരായിട്ട് മാത്രം ഒരു അനുകൂലമായ ഫലം പവർ ബാലൻസിൽ ഉണ്ടാകുന്നു. ചിത്രം 9 നോക്കുക. വാൽവ് അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സ്വിച്ചിങ് പൊസിഷനിൽ പോർട്ട് പിയിൽ നിന്നും ഫ്ലോ പോർട്ട് എയിലേക്കും പോർട്ട് ബിയിൽ നിന്നും ഫ്ലോ പോർട്ട് ടിയിലേക്കും ആകുന്നു. ചിത്രം 10 നോക്കുക. വാൽവ് അതിൻ്റെ റൈറ്റ് ഹാൻഡ് സ്വിച്ചിങ് പൊസിഷനിൽ പോർട്ട് പിയിൽ നിന്ന് ഫ്ലോ പോർട്ട് ബിയിലേക്കും പോർട്ട് എയിൽ നിന്ന് ഫ്ലോ പോർട്ട് ടിയിലേക്കും ആകുന്നു. ചിത്രം 11 നോക്കുക. ചിത്രം 12 കാണുന്നത് 4/3 വേ സർക്യൂട്ടിൻ്റെ കൂടെയുള്ള ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ ആണ്. അടുത്തത് നോൺ റിട്ടേൺ വാൽവ്. നോൺ റിട്ടേൺ വാൽവുകൾ ഒരു ഡയറക്ഷനിൽ ഫ്ലോ ബ്ലോക്ക് ചെയ്യുകയും മറ്റേ ഡയറക്ഷനിൽ ഫ്രീ ഫ്ലോ അനുവദിക്കുകയും ചെയ്യുന്നു. ഹൈഡ്രോളിക് ഫ്ലൂയിഡും സീലിംഗ് എലമെൻറ്റും ഒരു സീറ്റിനെതിരായി പ്രസ്ഡ് ആവുന്നത് ഫ്ലോയുടെ ഡയറക്ഷനിൽ കാണിച്ചിരിക്കുന്നു. ചിത്രം 13 നോക്കുക. ഒരു സ്പ്രിംഗ് ലോഡഡ് നോൺ റിട്ടേൺ വാൽവ് ചിത്രം 13 കാണിച്ചിരിക്കുന്നു. നോൺ റിട്ടേൺ വാൽവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഓയിൽ പ്രഷർ കൂടുതലാണെങ്കിൽ വാൽവിൻ്റെ പോപ്പറ്റ് ഓപ്പൺ ആകത്തില്ല. അതുപോലെ തന്നെ ഇത് ഓയിലിനെ ഫ്ലോ ചെയ്യാൻ അനുവദിക്കത്തില്ല. ഓയിൽ പ്രഷർ വാൽവിൻ്റെ റൈറ്റ് സൈഡിൽ കൂടുതലാകുമ്പോൾ വാൽവിൻ്റെ പോപ്പറ്റ് ഓപ്പണിങ്ങിനായി ചലിക്കുകയും അങ്ങനെ വാൽവിൽ കൂടി ഓയിൽ ഫ്ലോ ചെയ്യും. ചിത്രം 14 നോക്കുക. ചിത്രം 15 കാണിക്കുന്നത് പമ്പ് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള നോൺ റിട്ടേൺ വാൽവിൻ്റെ ആപ്ലിക്കേഷനാണ്. അടുത്ത ബൈപ്പാസ് സർക്യൂട്ട്. ഒരു സിലിണ്ടർ പെട്ടെന്ന് ചലിപ്പിക്കാൻ പമ്പ് ഫ്ലോയുടെ കഴിവ് കൊണ്ട് മാത്രമല്ലാതെ ഉപയോഗിക്കുന്നത് ബൈപ്പാസ് സർക്യൂട്ടാണ്. ഇത് സാധ്യമാകുന്നത് ഒരു സിലിണ്ടറിൻ്റെ റോഡ് എൻഡിൽ നിന്ന് ഓയിൽ ബ്ലൈൻഡ് എൻഡിലേക്കുള്ള പമ്പ് ഫ്ലോയിലേക്ക് ചേർന്ന് ചലനത്തിൻ്റെ നിരക്ക് കൂടുന്നു. ബൈപ്പാസ് സർക്യൂട്ടിൻ്റെ സാധാരണ ആപ്ലിക്കേഷനുകൾ ഷിയറിംഗ് മെഷീനിലും പഞ്ചിങ് മെഷീനിലും കാണാം. പൊതുവെ ഡിഫറൻഷ്യൽ സിലിണ്ടർ ഹൈഡ്രോളിക് മെഷീനുകളിൽ ഉപയോഗിക്കുന്നു. ഈ സിലിണ്ടറിൽ ഫുൾ പിസ്റ്റൺ സർഫസിൻ്റെയും ആനുലാർ പിസ്റ്റൺ സർഫസിൻ്റെയും ഏരിയ റേഷ്യോ 2:1 ആണ്. ഇതിൻ്റെ ഫലമായി പിസ്റ്റൺ റോഡ് ഏരിയ പിസ്റ്റൺ ഏരിയയുടെ ഹാഫ് സൈസ് മാത്രമാണ്. റിട്ടേൺ സ്ട്രോക്ക് സ്പീഡ് അഡ്വാൻസ് സ്ട്രോക്ക് സ്പീഡ് അല്ലെങ്കിൽ ഫോർവേഡ് സ്ട്രോക്കിനേക്കാൾ 2 മടങ്ങ് ഫാസ്റ്റാണ്. മിക്കവാറുമുള്ള മെഷീനുകൾക്ക് കുറഞ്ഞ ചലന വേഗതയെ ആവശ്യമുള്ളൂ. പക്ഷേ
ചില മെഷീനുകളിൽ ഉയർന്ന സ്പീഡ് പിസ്റ്റണിൻ്റെ ഫോർവേഡ് സ്ട്രോക്കിന്, അതായത് ഷിയറിംഗ് മെഷീനും പഞ്ചിങ് മെഷീനും ആവശ്യമാണ്. ഉദാഹരണത്തിന് ഡിഫറൻഷ്യൽ സിലിണ്ടറിൻ്റെ പിസ്റ്റൺ ഏരിയ AP ഈക്വൽസ് 10 cm². The annular piston surface APR equals 5 cm². The pump delivers QP equals 10 liter/minute. അതുകൊണ്ട് പിസ്റ്റണിൻ്റെ സ്പീഡ് അഡ്വാൻസ്ഡ് സ്ട്രോക്കിലും റിട്ടേൺ സ്ട്രോക്കിലും തന്നിരിക്കുന്നത് ചിത്രം 16 നോക്കുക. റീജനറേഷൻ സർക്യൂട്ടുകളിൽ എക്സ്റ്റൻഡഡ് ഡയറക്ഷനിൽ സിംഗിൾ റോഡ് സിലിണ്ടറുകളിൽ മാത്രം അപ്ലൈ ചെയ്യുന്നു. അടുത്തത് അഡ്വാൻസ്ഡ് സ്പീഡ് ആൻഡ് റിട്ടേൺ സ്പീഡ്. കഴിഞ്ഞ ടോപ്പിക്കുകളിൽ നിന്ന് നമുക്ക് അറിയാം V ഈക്വൽസ് Q/A. പമ്പ് ഡെലിവറി QP ഈക്വൽസ് 10 liter/minute, അതായത് 10,000 cm³/minute. അഡ്വാൻസ്ഡ് സ്പീഡ് V അഡ്വാൻസ് ഈക്വൽസ് 10,000 cm³/minute ഡിവൈഡഡ് ബൈ 10 cm² ഈക്വൽസ് 1000 cm/minute, അതായത് 10 meter/minute. റിട്ടേൺ സ്പീഡ് V റിട്ടേൺ ഈക്വൽസ് 10,000 cm³/minute ഡിവൈഡഡ് ബൈ 5 cm², അതായത് 2000 cm/minute ഈക്വൽസ് 20 meter/minute. ഏരിയ റേഷ്യോയ്ക്ക് ഒരു നേരിട്ടുള്ള ഫലം സ്പീഡിലും ടൈമിലുമുണ്ട് എന്ന് ഈ റിസൾട്ടിൽ നിന്ന് മനസ്സിലാക്കാം. ഡിഫറൻഷ്യൽ സിലിണ്ടറിന് കൂടുതൽ ഫോർവേഡ് സ്പീഡ് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് സിലിണ്ടറിൻ്റെ റോഡ് സൈഡിലെ ഓയിൽ പിസ്റ്റൺ സൈഡിലേക്ക് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു സർക്യൂട്ടിനെ റീജനറേഷൻ സർക്യൂട്ട് അല്ലെങ്കിൽ ബൈപ്പാസ് സർക്യൂട്ട് എന്നറിയപ്പെടുന്നു. ചിത്രം 17 നോക്കുക. QP ഈക്വൽസ് പമ്പ് ഡെലിവറി, QR ഈക്വൽസ് റിട്ടേൺ ഡെലിവറി ഫ്രം പിസ്റ്റൺ റോഡ് ഏരിയ. Q ടോട്ടൽ ഈക്വൽസ് പമ്പ് ഡെലിവറി പ്ലസ് റിട്ടേൺ ഡെലിവറി. ഓയിൽ സിലിണ്ടറിൻ്റെ പിസ്റ്റൺ എൻഡിൻ്റെ അകത്തേക്ക് പോകുന്നത് പമ്പ് ഫ്ലോയേക്കാൾ കൂടുതലാണ്. അതായത് കൂടുതൽ ഫ്ലോ എന്നത് ആക്ച്വേറ്ററിൻ്റെ കൂടുതൽ സ്പീഡാണ്. റോഡ് എൻഡ് പോർട്ട് പിസ്റ്റൺ എൻഡ് പോർട്ടുമായി നേരിട്ട് കണക്ട് ചെയ്യുമ്പോൾ പിസ്റ്റണിൻ്റെ ഫോർവേഡ് സ്ട്രോക്ക് സമയത്ത് റോഡ് എൻഡിലെ ഓയിൽ റീസർക്കുലേറ്റ് ചെയ്ത് സിലിണ്ടറിൻ്റെ പിസ്റ്റൺ എൻഡിലേക്ക് ആഡ് ചെയ്യുന്നു. താഴെ കൊടുത്തിരിക്കുന്ന സർക്യൂട്ടിൽ ഫിഗർ 18 ഒരു റീജനറേഷൻ സർക്യൂട്ടിൻ്റെ കൂടെ 3/2 വാൽവുമായിട്ടുള്ള ഉദാഹരണമാണ്. നോർമൽ കണ്ടീഷനിൽ വിത്തൗട്ട് ആക്ച്വേഷൻ ഓയിൽ സിലിണ്ടറിൻ്റെ റോഡ് സൈഡിലേക്ക് മാത്രം പോവുകയും സിലിണ്ടറിൻ്റെ പിസ്റ്റൺ എൻഡിൽ നിന്നും ഓയിൽ തിരിച്ച് ടാങ്കിലേക്ക് വരികയും ചെയ്യുന്നു. അതുകൊണ്ട് പിസ്റ്റൺ റിട്രാക്റ്റഡ് പൊസിഷനിൽ സ്ഥിതി ചെയ്യുന്നു. ചിത്രം 18 നോക്കുക. വാൽവിൻ്റെ ആക്ച്വേറ്റഡ് കണ്ടീഷനിൽ പോർട്ട് എയും പോർട്ട് ബിയും പോർട്ട് പിയുമായി കണക്റ്റഡായി, അതായത് പമ്പ് ഫ്ലോ റോഡ് സൈഡിലെ ഫ്ലോയുടെ കൂടെ ആഡ് ചെയ്യുന്നു. Q ടോട്ടൽ ഈക്വൽസ് പമ്പ് ഡെലിവറി പ്ലസ് റിട്ടേൺ ഡെലിവറി. ആക്ച്വേറ്റഡ് കണ്ടീഷനിൽ കൂടുതൽ ഫ്ലോ സിലിണ്ടറിനുള്ളിലേക്ക് പോകുന്നു. അതുകൊണ്ട് സ്പീഡ് അന്നേരം വളരെ ഉയർന്നതാകുന്നു. ചിത്രം 19 നോക്കുക. The following trick circuit shows the so-called regeneration circuit, which can enhance the extension speed of a single rod cylinder without using a larger pump. Therefore, money can be saved because a smaller pump, motor, and tank can be used to get the desired cycle time. The other advantage is you can equal piston speed and power in both directions if rod diameter ratio is 2:1. But how do so? Have a closer look. Before the animation starts, just a few words. A high extending piston speed is achieved by redirecting the oil from the outlet side of the cylinder to the inlet side. For this purpose serves the 2-position 2-port 1V2. This valve should be a reversible wave valve. That means capable for both directions of flow. So, let's start the animation and let the piston extend in high speed. Stop. The piston almost reached the workpiece. Time to change to the normal piston speed by switching the valve 1V2. Work done. The piston can retract to its initial position. അടുത്തത് ഫ്ലോ കൺട്രോൾ വാൽവ്. ഒരു ഫ്ലോ കൺട്രോൾ വാൽവിൻ്റെ എല്ലാ ആവശ്യവും ഒരു ആക്ച്വേറ്റിംഗ് സിലിണ്ടർ അല്ലെങ്കിൽ മോട്ടോറിൻ്റെ സ്പീഡിന് വ്യതിയാനം വരുത്താനാണ്. ഒരു ഫ്ലോ കൺട്രോൾ വാൽവിന് ഈ പറയുന്ന ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ വളരെ
കൺട്രോൾ ഫംഗ്ഷനുകൾ നിർവഹിക്കുന്നു. ലീനിയർ അല്ലെങ്കിൽ റോട്ടറി ആക്ച്വേറ്ററുകളുടെ മാക്സിമം സ്പീഡ് ലിമിറ്റ് ചെയ്യാൻ ഫ്ലോ റേറ്റ് ഡിവൈഡഡ് ബൈ പിസ്റ്റൺ ഏരിയ ഈക്വൽസ് പിസ്റ്റൺ സ്പീഡ്. ഫ്ലോ ലിമിറ്റ് ചെയ്യുന്നത് വഴി ബ്രാഞ്ച് സർക്യൂട്ടുകളിൽ ലഭ്യമായ മാക്സിമം പ്രഷർ ലിമിറ്റ് ചെയ്യാൻ പവർ ഈക്വൽസ് ഫ്ലോ റേറ്റ് ഇൻറ്റു പ്രഷർ. പമ്പിൽ നിന്നുള്ള ഫ്ലോയെ ആനുപാതികമായിട്ട് പല ബ്രാഞ്ച് സർക്യൂട്ടുകളിൽ ഡിവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റീസർക്കുലേറ്റ് ചെയ്യുകയോ ചെയ്യുന്നു, അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുകയോ ചെയ്യുന്നു. അടുത്ത പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ. ചിത്രം 1 കാണിച്ചിരിക്കുന്നത് പോലെ പ്രഷർ P1 ആയിരിക്കുന്ന ഓയിൽ വാൽവിലെ പോർട്ട് എയിലേക്ക് പ്രവേശിക്കുകയും ഒരു ഇടുങ്ങിയ സെക്ഷനിൽ കൂടി ഫ്ലോ ചെയ്ത് ഔട്ട്ലെറ്റ് പോർട്ട് ബിയിലേക്ക് പോകുന്നു. ഇടുങ്ങിയ മാർഗത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഫ്രിക്ഷൻ മൂലം ഹീറ്റാവുന്നു. അങ്ങനെ പ്രഷറിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈഡ്രോളിക് എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ടഡ് ആകുന്നു. എനർജിയിലുണ്ടാകുന്ന ഈ നഷ്ടം പ്രഷറിലെ കുറവിലുണ്ടാകുന്ന ഫലമായാണ്. ഈ രണ്ട് പ്രഷറുകൾ തമ്മിലുള്ള വ്യത്യാസത്തിനെ പ്രഷർ ഡ്രോപ്പ് എന്ന് വിളിക്കുന്നു. P ഈക്വൽസ് P1 മൈനസ് P2. ഫ്ലോയുടെ വോളിയം ലിറ്റേഴ്സ് പെർ മിനിറ്റ് പ്രധാനമായി ഡിപ്പെൻഡ് ചെയ്യുന്നത് റെസ്ട്രിക്ഷൻ്റെ ക്രോസ് സെക്ഷൻ ചിത്രം 2 നോക്കുക. ഓറിഫിസിൻ്റെ ഷേപ്പും ലെങ്തും, പ്രഷർ ഡിഫറൻസ് P, ഹൈഡ്രോളിക് ഓയിലിൻ്റെ വിസ്കോസിറ്റി. ചിത്രം 3 ഇതിൻ്റെ അടിസ്ഥാന തത്വം മനസ്സിലാക്കാൻ കഴിയും. അടുത്തത് സിമ്പൽ. ഒരു സാധാരണ രൂപമായ അടിസ്ഥാന സിമ്പൽ ഒരു വാൽവായിട്ട് സൂചിപ്പിക്കാൻ ഒരു സ്ക്വയർ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഫ്ലോ ലൈൻ സ്ക്വയറിനുള്ളിൽ വെളിയിൽ കൂടി കടന്നു പോകുന്നു. ഫ്ലോ റെസ്ട്രിക്ഷനുകൾ ഫ്ലോ ലൈന് മുകളിലും താഴെയും കർവ്ഡ് ലൈനായിട്ട് സൂചിപ്പിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ റിവേഴ്സ് ഡയറക്ഷനിൽ ഫുൾ ഫ്ലോ സംഭവിക്കുന്നു. ഇത് സാധ്യമാകുന്നത് ഒരു ചെക്ക് വാൽവ്, അതായത് നോൺ റിട്ടേൺ വാൽവ്, ഫ്ലോ കൺട്രോൾ വാൽവിന് കുറുകെ ഒരു ശരിയായ ഡയറക്ഷനിൽ കണക്ട് ചെയ്താണ്. ചിത്രം 3 സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ ഫോർവേഡ് ഡയറക്ഷനിൽ ഓയിൽ പ്രഷർ പോർട്ട് പിയിൽ നിന്ന് ഫ്ലോ ആയി വർക്കിംഗ് പോർട്ട് എയിലേക്ക് പോകുന്നു. റിവേഴ്സ് ഡയറക്ഷനിൽ ഓയിൽ പോർട്ട് എയിൽ നിന്ന് ഫ്ലോ ചെയ്ത് സ്പ്രിംഗ് ലോഡഡ് വാൽവിനെ പുഷ് ചെയ്യുന്നത് വഴി പോർട്ട് പിയിലേക്ക് പോകുന്നു. ഒരുപക്ഷെ റിട്ടേൺ ഓയിൽ ടാങ്കിലേക്ക് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ പ്രഷർ പോർട്ട് പി സർക്യൂട്ടിലെ ഡയറക്ഷൻ കൺട്രോൾ വാൽവ് വഴി പിന്നീട് ടാങ്ക് പോർട്ട് ടിയിലേക്ക് പോകുന്നു. ചിത്രം 4 സിമ്പലുകൾ കമ്പൈൻഡ് ഓപ്പറേഷനുകളിൽ തന്നിരിക്കുന്നു. ചിത്രം 4A കാണിക്കുന്നത് അഡ്ജസ്റ്റബിളായ ഒരു കൺട്രോൾ വാൽവും പ്രഷർ അതുപോലെ ടെമ്പറേച്ചർ എന്നിവ പരിഹരിക്കുന്നു. ചിത്രം 4B കാണിക്കുന്നത് ഫിക്സഡ് ടൈപ്പ് ഓറിഫിസിന് വേണ്ടിയുള്ള ഒരു സിമ്പലും കുറഞ്ഞ വാൽവ് ടൈപ്പ് പരിഹാരവുമാണ്. ചിത്രം 4C സൂചിപ്പിക്കുന്നത് ഒരു അഡ്ജസ്റ്റബിൾ ഓറിഫിസും റിലീഫ് വാൽവ് ടൈപ്പ് പരിഹാരവുമാണ്. ഒരു ഓറിഫിസിൻ്റെ ഷേപ്പും റെസ്ട്രിക്റ്ററും ചിത്രം 5 കാണിച്ചിരിക്കുന്നു. റെസ്ട്രിക്റ്റർ ടെമ്പറേച്ചർ വ്യതിയാനം കുറഞ്ഞ സെൻസിറ്റീവ് ആണ്. ഫ്ലോ ക്യാരക്ടറുകൾ ഈ പറയുന്ന പാർശ്വഫലങ്ങളിൽ മാറ്റങ്ങളുണ്ടാക്കുന്നു. വാൽവിന് ശേഷമുള്ള ഓയിലിൻ്റെ വെലോസിറ്റി വാൽവിൻ്റെ ഇൻലെറ്റിലെ പ്രഷറിനേക്കാൾ കുറവായിരിക്കും ഔട്ട്ലെറ്റിലെ പ്രഷർ. അടുത്തതായി പഠിക്കാനുള്ളത് വേരിയബിൾ ഫ്ലോ കൺട്രോൾ. നീഡ് ഫോർ ഫ്ലോ കൺട്രോൾ. ഒരു ഹൈഡ്രോളിക് സർക്യൂട്ടിൽ ഒരു ആക്ച്വേറ്ററിൻ്റെ സ്പീഡ് ഓവർ ആയാൽ ഒരു കൺട്രോൾ കൊടുക്കുന്നതിനായി ഫ്ലോ റേറ്റ് കൺട്രോളിനു വിധേയമായിരിക്കേണ്ടതാണ്. ഇത് ചെയ്യാൻ കഴിയുന്നത് ഒരു പ്രഷർ റിലീഫ് വാൽവും ഒരു വേരിയബിൾ ഡെലിവറി പമ്പും അഡ്ജസ്റ്റ് ചെയ്താണ്. പക്ഷേ കൂടെയുള്ള എലമെൻറ്റുകളുടെ ഈ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഫലമായി പവർ ലോസും അവയുടെ എഫിഷ്യൻസിയും കുറയുന്നു. അക്കാരണത്താൽ സെപ്പറേറ്റ് ഫ്ലോ കൺട്രോൾ വാൽവിൻ്റെ ആവശ്യം ആവിർഭവിക്കുന്നു. സർക്യൂട്ടുകളിൽ വേരിയബിൾ ഫ്ലോയുടെ സപ്ലൈ സാധ്യമാകുന്നതിന് ഒരു ഫ്ലോ കൺട്രോൾ വാൽവിനെ അഡ്ജസ്റ്റബിൾ ആക്കണം. ഒരു ഫ്ലോ കൺട്രോൾ വാൽവിനെ ഡിഫറൻറ്റ് ഫ്ലോ റേറ്റുകളിലേക്ക് മാറ്റുന്നതിന് ത്രോട്ടിലിംഗ് എന്ന് വിളിക്കുന്നു. കൂടാതെ ഈ വാൽവിനെ ത്രോട്ടിൽ വാൽവ് എന്നും വിളിക്കുന്നു. അടുത്ത പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, പ്രവർത്തന രീതി. ചിത്രം 1 കാണിച്ചിരിക്കുന്ന പോലെ ഓയിൽ പോർട്ട് എയിലേക്ക് പ്രവേശിക്കുകയും അതിൻ്റെ റെസ്ട്രിക്റ്റഡ് ഫ്ലോ പോർട്ട് ബിയിലേക്കും പ്രവേശിക്കുന്നു.
റെസ്ട്രിക്റ്റഡ് പാസേജിൽ ഫ്ലോ ലിമിറ്റ് ചെയ്യുന്നതുകൊണ്ട് ത്രോട്ടിൽ എന്ന് വിളിക്കുന്നു. ഈ ഗ്യാപ്പിൻ്റെ അളവ് ത്രോട്ടിലിംഗ് സ്ക്രൂ വഴി വ്യത്യാസപ്പെടുത്താൻ കഴിയുന്നു. സ്ക്രൂ വഴി പൂർണ്ണമായി ക്ലോസ് ചെയ്യുമ്പോൾ ഔട്ട്ലെറ്റ് പോർട്ട് ബിയിലേക്ക് ഫ്ലോ ഉണ്ടാകുന്നില്ല. ഇതിൽ നിന്ന് ഫ്ലോ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇവയിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കാം. പ്രഷർ ഡിഫറൻസ് P = P1 - P2. The size of throttle gap. Viscosity of oil. വാൽവ് ഇരുവശങ്ങളിലേക്കും ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ആപ്ലിക്കേഷൻ: ത്രോട്ടിലിംഗ് വഴി സ്പീഡ് അനന്തമായി വ്യത്യാസപ്പെടുത്താൻ കഴിയുന്നു. ചിത്രം 2-ൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു കാർ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോം വേഗത്തിൽ അല്ലെങ്കിൽ സാവധാനത്തിൽ ഉയർത്തുന്നത് സിലിണ്ടറിൻ്റെ മൂവ്മെൻറ്റ് വഴിയാണ്. സിലിണ്ടർ മൂവ്മെൻറ്റിൻ്റെ മാറ്റം വ്യത്യാസപ്പെടുത്തുന്നത് ഒരു ഫ്ലോ കൺട്രോൾ വാൽവിൽ കൂടി റെസ്ട്രിക്റ്റഡ് ഓയിൽ സപ്ലൈ ചെയ്യുന്നത് വഴിയാണ്. അടുത്തത് വൺ വേ ഫ്ലോ കൺട്രോൾ വാൽവ്. ഒരു ഫ്ലോ കൺട്രോൾ വാൽവിൻ്റെ പ്രത്യേക ആവശ്യത്തിന് ഒരു അഡ്ജസ്റ്റബിൾ ഫ്ലോ ഒരു ഡയറക്ഷനിലേക്ക് ആവശ്യവും ഒരു ഫുൾ ഫ്ലോ റിവേഴ്സ് ഡയറക്ഷനിലും ആവശ്യമാണ്. ഒരു ചെക്ക് വാൽവ് സ്ഥാപിക്കുന്നത് വഴി ഇത് സാധ്യമാണ്. ചിത്രം 3-ൽ കാണിച്ചിരിക്കുന്നത് പോലെ റെസ്ട്രിക്റ്റഡ് പാസേജ് ഉണ്ടാക്കുന്നത് വാൽവ് ബോഡിയിലെ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ നോച്ച് വഴിയാണ്. പോർട്ട് എയിൽ നിന്നും വരുന്ന ഫുൾ ഫ്ലോ ഓയിൽ പാസേജിൽ കൂടി റെസ്ട്രിക്റ്റഡായി ഔട്ട്ലെറ്റ് പോർട്ട് ബിയിൽ കൂടി ഒരു ലിമിറ്റഡ് ഓയിൽ ഫ്ലോ മാത്രമാകുന്നു. സ്പ്രിംഗ് ഡയറക്ഷനിൽ നിന്നുള്ള ബോളിലേക്കും ഓയിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഔട്ട്ലെറ്റ് പോർട്ട് ബിയുമായി കണക്ട് ചെയ്യുന്നതുകൊണ്ട് ബോൾ നല്ലവണ്ണം പോർട്ടിൽ ക്ലോസ് ആകുന്നു. നേരെ മറിച്ച് റിവേഴ്സ് ഡയറക്ഷനിൽ, അതായത് പോർട്ട് ബിയിൽ നിന്നും പോർട്ട് എയിലേക്ക് ഓയിൽ ഫോഴ്സ് സ്പ്രിംഗ് ഫോഴ്സിനെതിരായി ബോളിൽ പ്രയോഗിക്കുന്നു. അങ്ങനെ ബോൾ അതിൻ്റെ സീറ്റിൽ നിന്ന് ലിഫ്റ്റഡ് ഓഫ് ആയി ഓയിൽ പോർട്ട് എയിലേക്ക് തള്ളിപ്പോകുന്നു. അതേ സമയത്ത് തന്നെ ത്രോട്ടിലിംഗ് പാസേജിൽ കൂടി ഒരു ലിമിറ്റഡ് ഓയിൽ പാസിംഗ് പോർട്ട് 8ലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പോർട്ട് എയിലേക്ക് ഓയിലിൻ്റെ ഫുൾ ഫ്ലോ ഉറപ്പുവരുത്തുന്നു. In this animation, the high pressure flow going toward the cylinder is shown with green color, and the low pressure return flow is shown with blue color. By changing the needle position we can change the flow rate going toward the cylinder. This way the forward speed of the piston of a cylinder can be fine-tuned. On the other hand, the reverse flow goes over the check valve and needle valve combinations. This prevents the fine-tuning of the return flow, since we do not have any control over the flow passing through the check valve openings. Flow control valves have many applications, but they are mainly used in meter in, meter out and meter in out circuits. I will do animation of these 3 important circuits in near future. Also shown in here is a circuit symbol of a flow control valve. In hydraulics, flow control valves are used to control the volume of oil supplied to different parts within a hydraulic system. This way, the speed of a cylinder or the rotational speed of a hydraulic motor can be controlled. In this video, you'll get an overview of the different types of flow control valves, as well as their application and location within the hydraulic system. Let us first consider this simple hydraulic circuit. The cylinder can be controlled by different valves to control the direction, force, and speed. In general, it can be said that the flow control valves control the speed of a cylinder or the rotational speed of a hydraulic motor. Throttles and orifices are simple components that can control the flow rate across their cross-section. Flow control valves, pressure compensated, are more complex and can keep the flow rate constant even with a variable load. More about this device later. The function of a flow valve is to reduce the rate of flow in its leg of the circuit. Flow reduction results in speed reduction at the actuator. For an example of an actuator, here is a cylinder. The check valve,
which is often already included within the housing, acts like a bypass for the return flow when the direction of the volume flow is reversed. What happens to the volume flow when the flow control valve is closed? After all, our pump delivers approximately the same volume flow because the gears rotate with near continuous speed. Closing the flow control valve leads to added resistance to the hydraulic circuit and therefore increases the pressure. Furthermore, high pressure results in a partial bypassing of oil over the pressure relief valve within the hydraulic power pack. If the flow control valve is totally closed, the pressure relief valve is fully opened. To say it another way, the flow rate of the pump does not become smaller or disappear. The oil flow is only redirected. Please note here our video about the hydraulic power pack. Here, the function of the pump and the pressure relief valve within this power unit is explained in detail. In this experiment, we want to find a relationship between the pressure drop across the throttle and the volume flow. The pressure difference is measured along throttle 1, and the second throttle is used to simulate a load. In this experiment, we change the load and system pressure. As you can see, a certain pressure difference equals a certain volume flow. However, the relationship is not linear if the oil flow through a throttle is considered as turbulent. Unfortunately, when the pressure differential changes, due to a change in the input flow or external load, the flow rate also changes. An orifice is simply a disc with a hole. So, in contrast to a throttle, the ratio of length compared to flow diameter is very small, resulting in different behavior within the hydraulic circuit. The graph below shows a comparison of the volume flow between a throttle and an orifice as a function of the pressure difference. As you can see, the volume flow at an ideal throttle with a soft transition from thicker to thinner diameter increases roughly proportional to the pressure, provided that the flow is maintained as laminar. Regarding the orifice, the viscous fluid friction is very low, and thus the flow rate hardly depends on the viscosity of the oil. This is an advantage. On the other hand, you see a big amount of swirls, especially at the exit point of the orifice. Unfortunately, using a simple throttle leads to change in volume flow when load changes. So if you want to keep the speed of a cylinder or hydraulic motor constant, even with different loads, you should use a pressure-compensated flow-controlled valve. Or to say it another way, a pressure-compensated flow control valve maintains an almost constant flow rate in spite of pressure changes across the valve. But how so? Let's have a look what happens inside this special valve. We want to discuss the complex structure regarding the following two cases. First case, when the load becomes bigger, the pressure P2 increases. Now the spring-loaded compensator spool opens and the flow rate can be maintained. Second case, the load becomes smaller, so pressure P2 decreases. Now the compensator spool closes to keep the flow rate constant. ആപ്ലിക്കേഷൻ ചിത്രം 4-ൽ കാണിച്ചിരിക്കുന്നത് പോലെ ഡ്രില്ലിംഗ് ഓപ്പറേഷൻ്റെ ഒരു ഓട്ടോ ഫീഡിനു വേണ്ടി വെർട്ടിക്കൽ ഡയറക്ഷനിൽ സ്ലോ ഫീഡ് നൽകുന്നത് ഒരു സിലിണ്ടറിൽ ഓയിലിൻ്റെ റെസ്ട്രിക്റ്റഡ് ഫ്ലോ സ്വീകരിക്കുന്നത് വഴിയാണ്. ഓപ്പറേഷൻ തീർന്നതിന് ശേഷം ഡ്രിൽ ഹെഡിനു വേഗത്തിൽ അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം. ഇത് സാധ്യമാകുന്നത് ചെക്ക് വാൽവിനെതിരായിട്ട് ഓയിലിൻ്റെ ഫുൾ ഫ്ലോ പ്രവേശിക്കുന്നത് വഴിയാണ്. പേജ് നമ്പർ 144 ചാർട്ട് വിശദമാക്കുന്നത്. ഓറിഫിസ് റെസ്ട്രിക്ഷനുകളുടെ വിവിധ ഡിസൈനുകൾ, റെസിസ്റ്റൻസ് ലഭ്യമാകുന്നത്, അവയുടെ വിസ്കോസിറ്റിയിലെ ആശ്രയം, അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ രീതി, ഡിസൈൻ്റെ ഫലപ്രാപ്തി എന്നിവയാണ്. ഇവ ചാർട്ട് നോക്കി നല്ലതുപോലെ മനസ്സിലാക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് റിക്വയർമെൻറ്റ് ഓഫ് അഡ്ജസ്റ്റബിൾ റെസ്ട്രിക്ഷൻസ്.
അഡ്ജസ്റ്റബിൾ റെസ്ട്രിക്ഷനുകളുടെ ആവശ്യങ്ങൾ. റെസിസ്റ്റൻസിൻ്റെ ശക്തി കൂട്ടൽ ടെമ്പറേച്ചറിൻ്റെ മാറ്റവും വിസ്കോസിറ്റിയിലുണ്ടാകുന്ന മാറ്റവും റെസിസ്റ്റൻസിനെ ബാധിക്കരുത്. ഫ്ലോയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഓർഫീസ് ക്രോസ് സെക്ഷണൽ ഏരിയയുടെയും കൺട്രോൾ സർഫസ് ഏരിയയെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇത് ഡിസൈനിങ്ങിൽ എക്കണോമിക്കൽ ആയിരിക്കണം. മിക്കവാറും ഇത് ഇരു ദിശകളിലേക്കും ഫ്ലോ അനുവദിക്കാൻ കഴിയേണ്ടതാണ്. അടുത്തതായിട്ട് മെയിൻറ്റെയിനിങ് കോൺസ്റ്റൻറ്റ് ഫ്ലോ റേറ്റ്. കോൺസ്റ്റൻറ്റ് ഫ്ലോ റേറ്റ് തയ്യാറാക്കൽ. ഒരു ഫ്ലോ കൺട്രോൾ വാൽവിന് വെളിയിൽ ഫ്ലോയുടെ എമൗണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ടെമ്പറേച്ചറിൻ്റെ സ്ഥിതിയിൽ, ത്രോട്ടിലിംഗ് പാസേജ്, പ്രഷർ ഡിഫറൻസ്, ഓയിൽ വിസ്കോസിറ്റി എന്നിവയാണ്. വിസ്കോസിറ്റിയും പാസേജും കോൺസ്റ്റൻ്റായി സ്ഥിതി ചെയ്യുന്നു. ത്രോട്ടിലിൻ്റെ ഇരുവശങ്ങളിലുമുള്ള പ്രഷർ ഡിഫറൻസ് മാത്രം ഫ്ലോയുടെ എമൗണ്ടിനെ ബാധിക്കുന്നു. അതിനാൽ ഫ്ലോ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പ്രഷർ ഡിഫറൻസും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്ലോ കൺട്രോൾ വാൽവിനെ പ്രഷർ കോമ്പൻസേറ്റഡ് ഫ്ലോ കൺട്രോൾ വാൽവ് എന്ന് വിളിക്കുന്നു. ഈ തരത്തിലുള്ള വാൽവിന് ഇരുവശങ്ങളിലേക്കും ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നു. അടുത്തതായി പഠിക്കാനുള്ളത് കോമൺ മെയിൻ്റനൻസ് പ്രൊസീജിയേഴ്സ് ഫോർ ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് കൺട്രോൾ സിസ്റ്റം. കീ കൺസെപ്റ്റ്സ്. സുപ്രധാനമായ ധാരണകൾ. തകരാറുകൾ യുക്തിപരമായ രീതിയിൽ പരിഹരിച്ച് മിക്കവാറുമുള്ള ഹൈഡ്രോളിക്കും ന്യൂമാറ്റിക്കുമായ സിസ്റ്റങ്ങളിലെ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാൻ കഴിയണം. തകരാറുകൾ പരിഹരിക്കുമ്പോൾ സേഫ്റ്റിക്ക് ആദ്യ പരിഗണന കൊടുക്കേണ്ടതാണ്. ഉപകരണങ്ങൾ ഇൻസ്പെക്ട് ചെയ്യുകയും ഹൈഡ്രോളിക് സിസ്റ്റത്തിലെയും ന്യൂമാറ്റിക് സിസ്റ്റത്തിലെയും പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാൻ ഓപ്പറേറ്ററിനോട് സഹായം തേടുക. സേഫ്റ്റി പ്രിക്കോഷൻസ്. ഹൈഡ്രോളിക് സിസ്റ്റങ്ങൾ വളരെ ഉയർന്ന പ്രഷറിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവയാണ്. സിസ്റ്റം ഷട്ട് ഡൗൺ ആക്കുകയും പ്രഷറിന് വിധേയമായിട്ടുള്ള സിസ്റ്റത്തിലെ ഏതെങ്കിലും ഭാഗം ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായി സിസ്റ്റം പ്രഷർ റിലീവ് ചെയ്യുക. ഏതെങ്കിലും ഹൈ പ്രഷർ ലീക്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗവുമായി കോണ്ടാക്റ്റിന് ഇടയായാൽ അതിൻ്റെ ഫലമായി സീരിയസ് ഇഞ്ചക്ഷൻ പരിക്കുകൾ ഉണ്ടാകാം. പമ്പുകൾ, വാൽവുകൾ, മോട്ടോർ എന്നിവ ഹോട്ടാകാം. ബെയർ സ്കിന്നിനും ഹോട്ട് സർഫസുകൾക്കുമിടയിൽ അപ്രതീക്ഷിതമായ കോണ്ടാക്റ്റ് വരാതെ ജാഗ്രതയോടിരിക്കുക. സിസ്റ്റത്തിലെ ചലിക്കുന്ന ഭാഗങ്ങളിൽ നിന്നും കൈകളും വസ്ത്രങ്ങളും അകറ്റി നിർത്തുക. അടുത്തത് ബേസിക് ഹൈഡ്രോളിക് സിസ്റ്റം മെയിൻ്റനൻസ്. വീക്കിലി സിസ്റ്റത്തിൻ്റെ പൊതു അവസ്ഥയും പ്രവർത്തനവും ചെക്ക് ചെയ്യുക. റിസർവോയറിലെ ഓയിൽ ലെവൽ സൈറ്റ് ഗ്ലാസിൽ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ ഹൈഡ്രോളിക് സിലിണ്ടർ പൂർണ്ണമായും റിട്രാക്റ്റഡ് ആയിരിക്കേണ്ടതാണ്. ഓയിലിൻ്റെ നിറം സാമ്പിളായിട്ടുള്ള പുതിയ ഓയിലിൻ്റെ നിറവുമായി താരതമ്യം ചെയ്ത് ചെക്ക് ചെയ്യുക. റിസർവോയർ കവർ ചെക്ക് ചെയ്യുക. സോളിനോയിഡുകളും പൈപ്പ് കണക്ഷനുകളിൽ ലീക്കുണ്ടെങ്കിൽ ആവശ്യത്തിന് ടൈറ്റ് ചെയ്യുക. ഫിൽറ്ററുകളിൽ ഉള്ള ഇൻഡിക്കേറ്റർ ചെക്ക് ചെയ്ത് ആവശ്യമെങ്കിൽ ഭാഗങ്ങൾ റീപ്ലേസ് ചെയ്യുക. ഭാഗങ്ങൾ റീപ്ലേസ് ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോകുന്ന യൂണിറ്റ് തകരാറിൻ്റെ രഹസ്യ സൂചനകൾ ഇൻസ്പെക്ട് ചെയ്യുക. എക്സാമ്പിൾ മെറ്റൽ പാർട്ടിക്കിൾസ്. അക്യൂമുലേറ്റർ ചാർജ് ആകുന്നതിന് മുൻപ് ചെക്ക് ചെയ്യുക, ഫിറ്റ് ചെയ്തെങ്കിൽ. അടുത്തത് ആനുവലി ആൻഡ് ഓർ എവരി 3000 ഓപ്പറേഷൻ അവേഴ്സ്. ഉറപ്പിച്ചിരിക്കുന്ന എല്ലാ ബോൾട്ടുകളുടെ ടൈറ്റ്നസ് ചെക്ക് ചെയ്യുക. പമ്പ് അല്ലെങ്കിൽ മോട്ടോർ എന്നിവയുടെ കപ്ലിംഗ് ഗാർഡുകൾ റിമൂവ് ചെയ്യുകയും ഫ്ലെക്സിബിൾ കപ്ലിങ്ങുകളുടെ തേയ്മാനവും ചെക്ക് ചെയ്യുക. റബ്ബർ സ്ലീവ് അത്യാവശ്യമെങ്കിൽ റീപ്ലേസ് ചെയ്യുക. എല്ലാ വാൽവ്, പമ്പ്, ആക്ച്വേറ്റർ എന്നിവയിലെ ഓയിൽ ലീക്ക് ചെക്ക് ചെയ്യുക. സീലുകൾ അത്യാവശ്യമെങ്കിൽ റിമൂവ് ചെയ്യുകയോ റീപ്ലേസ് ചെയ്യുകയോ ചെയ്യുക. ഫിൽറ്റർ ബ്രീതർ, സക്ഷൻ ഫിൽറ്റർ, സിസ്റ്റം ഫിൽറ്ററുകളിലെ ഭാഗങ്ങൾ ശുദ്ധമാക്കുന്നതിനും ആവശ്യമെങ്കിൽ സീലുകൾ റീപ്ലേസ് ചെയ്യുന്നതിനും ചെക്ക് ചെയ്യുക. കൂളറും അതിൻ്റെ ഭാഗവും ക്ലീൻ ചെയ്ത് വേണമെങ്കിൽ സീലുകൾ റീപ്ലേസ് ചെയ്യാൻ ചെക്ക് ചെയ്യുക. റിസർവോയർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രെയിൻ ചെയ്ത് ടാങ്കിൻ്റെ ഉൾവശം ക്ലീൻ ചെയ്ത് കറക്റ്റ് ടൈപ്പ് ഫ്രഷ് ആയിട്ടുള്ള ഓയിൽ അത്യാവശ്യമെങ്കിൽ വീണ്ടും ഫില്ല് ചെയ്യുക. അടുത്തത് ഹൈഡ്രോളിക് സിസ്റ്റം മെയിൻ്റനൻസ്.
ഹൈഡ്രോളിക് സിസ്റ്റം നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ ഓരോ 3000 ഓപ്പറേഷൻ അവേഴ്സിൽ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് വർഷത്തിൽ ഒരിക്കൽ സർവീസ് ചെയ്യണം. തുടർച്ചയായ ഓപ്പറേഷന് തീരുമാനിച്ച കാലയളവിൽ കൂടുകയാണെങ്കിൽ മലിനീകരണം കൂടുന്നതിന് കാരണമായി കമ്പോണൻറ്റുകൾക്ക്, അതായത് ഹൈഡ്രോളിക് പമ്പ്, വാൽവുകൾ, ആക്ച്വേറ്റർ മുതലായവയ്ക്ക് കേട് സംഭവിക്കുന്നു. 90% കൂടുതൽ എല്ലാ ഹൈഡ്രോളിക് സിസ്റ്റങ്ങളുടെയും തകരാറിന് കാരണം മലിനീകരിക്കപ്പെട്ട ഹൈഡ്രോളിക് ഫ്ലൂയിഡാണ്. അടുത്ത ബേസിക് ന്യൂമാറ്റിക് സിസ്റ്റം മെയിൻ്റനൻസ്. വൺസ് ഇൻ എ വീക്ക് കംപ്രസർ, ടാങ്ക് ഫിൽറ്റർ, ബോൾ ഡ്രെയിൻ കോക്സ് ഉള്ള ഏതെങ്കിലും എയർ ലൈനുകൾ ഡ്രെയിൻ ചെയ്യുക. കംപ്രസർ സേഫ്റ്റി റിലീഫ് വാൽവ് ചെക്ക് ചെയ്യുക. വൺസ് ഇൻ എ മന്ത് ഡിസ്ചാർജ് എയർ ഫിൽറ്റർ പരിശോധിക്കുക. പ്രഷർ റെഡ്യൂസിംഗ് വാൽവ് സെറ്റിംഗ് ചെക്ക് ചെയ്യുക. വൺസ് ഇൻ എവരി 3 months ക്രാങ്ക് കേസ് ഓയിൽ ചേഞ്ച് ചെയ്യുക. കംപ്രസർ മോട്ടോറുകളിൽ ഓയിൽ അപ്ലൈ ചെയ്യുക. കംപ്രസർ പ്രഷർ സ്വിച്ചുകൾ ചെക്ക് ചെയ്യുക. വൺസ് ഇൻ എവരി 6 months എയർലൈനുകളിലെ മോയിസ്ചർ, ഓയിൽ, ഡർട്ട് എന്നിവ ചെക്ക് ചെയ്യുക. ഇൻടേക്ക് എയർ ഫിൽറ്റർ, ഫെൽറ്റ് സ്ക്രീൻ ടൈപ്പുകൾ എന്നിവ ക്ലീൻ ചെയ്യുക. കംപ്രസർ ബെൽറ്റ് ചെക്ക് ചെയ്യുക. പ്രഷർ റിലീഫ് വാൽവുകൾ ചെക്ക് ചെയ്യുക. കാലിബ്രേഷൻ, ഓപ്പറേഷൻ നോസിലുകൾ കൂടാതെ റെസ്ട്രിക്റ്റേഴ്സ് ഓഫ് ട്രാൻസ്മിറ്റ്, ടെമ്പറേച്ചർ കൺട്രോളേഴ്സ്, പ്രഷർ കൺട്രോളേഴ്സ്, തെർമോസ്റ്റാറ്റ്സ്, ഹ്യൂമിഡിറ്റി സ്റ്റാറ്റസ് എന്നിവ ചെക്ക് ചെയ്യുക. പൈപ്പിങ്ങിൻ്റെ പ്രഷർ ട്രാൻസ്മിറ്ററുകൾ, കൺട്രോളറുകൾ എന്നിവ ചെക്ക് ചെയ്യുക. ഭാഗങ്ങൾ, ഹ്യൂമിഡിറ്റി സ്റ്റാറ്റസ് എന്നിവ ക്ലീൻ ചെയ്യുക. വൺസ് ഇൻ ആൻ ഇയർ കാർട്രിഡ്ജ് ടൈപ്പ് ഇൻടേക്ക് എയർ ഫിൽറ്ററുകൾ മാറ്റിയിടുക. റിസീവർ കൺട്രോളുകളുടെ കാലിബ്രേഷൻ ചെക്ക് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ മനസ്സിലാക്കുന്നതിനായി ടെക്സ്റ്റ് പുസ്തകത്തിൻ്റെ സഹായത്തോടു കൂടി പഠിക്കുക. താങ്ക് യു.